ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ബത്തേരി രൂപത സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിന്റെ കീഴിലുള്ള കൊരങ്ങാട് ഏരിയയിൽ പ്രവർത്തിക്കുന്ന സ്നേഹദീപം, മാതൃക, കുടുംബദീപം, ഉദയ, മഹാത്മ, ഉഷസ് എന്നീ സംഘങ്ങളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ അജിത KB സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ നളിനാക്ഷൻ VV അധ്യക്ഷത വഹിച്ചു. വെളിച്ചന്തോട് യൂണിറ്റിന്റെ കീഴിൽ കൊരങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വാശ്രയ സംഘങ്ങളുടെ കുടുംബ സംഘവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, വെളിച്ചന്തോട് യൂണിറ്റിന്റെ കീഴിൽ അരവഞ്ചാൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ കുടുംബ സംഗമം അരവഞ്ചാൽ വ്യാപാരഭവനം വെച്ചും ഭംഗിയായി നമ്മൾ നടത്തപ്പെടുകയുണ്ടായി. ശ്രേയസിന്റെ വിഭാവനം ചെയ്യുന്ന 1979 രൂപീകൃതമായ ബത്തേരി രൂപതയുടെ സാമൂഹ്യ ക്ഷേമ പ്രസ്ഥാനമായ ശ്രേയസ് അതിന്റെ 47ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ 5 ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുമായി 2 ലക്ഷത്തിൽ പരം കുടുംബങ്ങളും അതുപോലെ തന്നെ 78 യൂണിറ്റുകളും 3800 പരം സ്വാശ്രയ സംഘങ്ങളും ശ്രേയസിന്റെ ശക്തി വിളിച്ചോടുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. ജാതി മതങ്ങൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി മാനവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ശ്രേയസ് ഇപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഈ 79 വർഷത്തിൽ രൂപീകരിച്ച് 47 വർഷം പിന്നിടുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള രീതിയിൽ ശ്രേയസ് പ്രതിദാനം ചെയ്യുന്ന 78 യൂണിറ്റുകളിലും ഒരു കാരുണ്യ ഭവന പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇതിന്റെ ആദ്യത്തെ ഔപചാരികമായ താക്കോൽദാനം ചെറുപുഴ യൂണിറ്റിൽ വെച്ചും അതുപോലെ തന്നെ കരുവഞ്ചാൽ യൂണിറ്റിൽ വെച്ചും അടുത്ത നമ്മുടെ ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് നമ്മുടെ കാസർഗോഡ് മേഖലയിലെ തിരുവേലി യൂണിറ്റും അതുപോലെ തന്നെ വെളിച്ചന്തോട് യൂണിറ്റുമാണ്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് അർഗര ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് പോകുന്നത് എപ്പോഴെങ്കിലും സത്യം പറഞ്ഞു എന്നെ ഒന്നിച്ച് എല്ലാ സ്ഥലത്തും ഒന്നിച്ച് പോകുന്ന സ്ഥലത്തുള്ളവർക്ക് കൈവക്കി അവർക്ക് പ്രത്യേക സമ്മാനം നന്നാശണ്ടാവും. ഭാര്യയും മക്കളും പിള്ളേരും കൂടെ ഒന്നിച്ച് ഒരു മാസത്തില് ഒരു 10 പരിപാടി ഉണ്ടെങ്കിൽ ഒരു 8 പരിപാടിയിൽ ഒന്നിച്ച്. ചിലപ്പോ ചില ഭർത്താക്കന്മാർ പറയും ഞാൻ കൂട്ടിയിട്ട് പോയാൽ എനിക്ക് പണിക്കൊണ്ടേ പറയും. അങ്ങനെയല്ല, 8 അവസരത്ത് ഒന്നിച്ച് പോകുന്നവരാരല്ല കൈവക്കി. സത്യം പറയണേ, ശരിയാണ്. നമുക്ക് ഇന്ന് പഠിക്കുന്ന പോയിട്ട് രക്ഷയില്ല, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ മറ്റുള്ള സമയത്ത് നമ്മൾ ഒന്നിച്ച് പോകാതെ കൈതാക്കുവാൻ ഇപ്പൊ സമാധാനം കുറച്ച് ആളുള്ളൂ. നിലക്ക് ഒരേ സമയം ഇങ്ങനെ ചിലടക്കെല്ലാം പോയപ്പോ ഞാൻ നേരത്തെ രാവിലെ പരിപാടി പോയി നോട്ടീസിൽ വലിയ കാര്യം നമ്മളിന്ന് വർത്താനം പറയും. ഇപ്പൊ നിങ്ങൾ നേരത്തെ വന്നു, ഞാൻ നോക്കി, ഞാൻ ഇതിനകത്ത് കയറുമ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്, ഒരാൾ പരസ്പരം മിണ്ടുന്നില്ല. എല്ലാവരുടെ കയ്യിലും മിണ്ടേണ്ട ആവശ്യമില്ല. എന്നാ എല്ലാവരുടെ കയ്യിൽ നിന്നിട്ട് ഫോണുണ്ട് ഇല്ലേ? ഇന്ന് നമുക്ക് ഒഴിവ് സമയം എന്നല്ല, എന്ത് സമയങ്ങളിൽ നമുക്ക് ഏറ്റവും അല്ലെ നമ്മളേറ്റവും അതില്ലെങ്കിൽ നമുക്ക് ഇതൊരു ടെൻഷനല്ലേ. ഇപ്പൊ ഞാനൊരു 2 മാസം മുമ്പേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പ്, റാണിപുരത്ത് ഒരു ക്യാമ്പ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസ് ഞാൻ എടുത്തത്. അവിടെ ആദ്യം തന്നെ ക്യാമ്പ് തുടങ്ങി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ കോളേജിലെ കുട്ടികളുടെ ക്യാമ്പാണ്. അപ്പൊ ഞാനവിടെ എത്തി, ക്ലാസ്സോട് അവിടെ എത്തി ഇങ്ങനെ സ്റ്റേജിൽ കയറി ഇരിക്കുമ്പോൾ എല്ലാവരും മരിച്ചു വിട്ടിരിക്കുന്നതൊക്കെയാണ്. ഞാൻ ചോദിച്ചത് എങ്ങനെ ഇരിക്കുന്നത്, എന്നെ പറ്റിയാ പറയുന്നത് എന്നെ പറ്റിയാ പറയുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ എങ്ങനെ ഇരിക്കുന്നോ? അപ്പൊ ആരും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് വെച്ചെങ്കിൽ അപ്പൊ ഒരു പങ്കുട്ടിയോട് സങ്കടത്തിൽ പറഞ്ഞു, മാഷ് റേഞ്ചില്ല.
ആ ഒറ്റ സങ്കടം. അല്ല വലുത് ഒരു നായകരുടെ പോലത്തെ പണം അത് മാറി പിന്നെ ചെറുത് വന്നു. ആ ചെറുത് വന്നാൽ നമുക്ക് അതിൽ പ്രശ്നമുണ്ട്. അതിൽ പാമ്പ് കളി ഇല്ലേ? അത് കഴിഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ ഒരു ദിവസം ഞാൻ പരിപാടി ദിവസം എനിക്കെന്താ നല്ല ഫോണുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം അതിങ്ങനെ ഭയങ്കര ലൈറ്റ് ഓൻ എന്തെല്ലോട് കളിക്കുന്നു. അതിൽ ഫോട്ടോ പണ്ടുള്ളൊരു ഫോട്ടോഗ്രാഫർക്ക് പോയിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ എന്തെല്ലാം പണി വേണം അല്ലേ? ഓന്റെ ഡിമാൻഡ് വേറെ. ഇപ്പൊ നോക്കാം വലിയ ഫോട്ടോ അല്ലേ? ഇപ്പൊ സൗകര്യങ്ങളായി. അപ്പം ഓനെ ഫോട്ടോ എടുക്കുന്ന ഇതെല്ലാം കണ്ടി എനിക്ക് തോന്നി എനിക്കൊരു ഫോൺ പണിക്കണം. ഞാൻ എങ്ങനെയല്ലോ കൂടി ഇതുപോലെ കുറച്ച് എല്ലാം സംഘടിപ്പിച്ച് കുറച്ച് പൈസയിലാക്കിയ ദിവസം ഞാനൊരു ഫോൺ മേടിച്ചു. അതുവരെ ഞാൻ വീട്ടിലെല്ലാം പണിയെടുക്കുന്നത് ഞാൻ പിന്നെ എനിക്ക് ഒരു പണിയെടുക്കാൻ കഴിയില്ല. ഞാൻ ഫുൾ ടൈം ഫോണിൽ തന്നെ. എനിക്ക് ഏടെയും പോകുമ്പോൾ ഫോൺ ഇല്ലാണ്ടെന്നാ ശരിയാണ്. ചോറ് വയ്ക്ക് പോയി വേണം. നിങ്ങൾ ആലോചിക്കോട്ടെ, നിങ്ങൾ ഇത് ഇല്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങ കളിക്കാം. അപ്പം അവസാനം ഈ അച്ഛൻ എന്നെ ഇതോല്ലേ, അച്ഛൻ എന്നെ എപ്പോഴും ഇതോല്ലേ, നീ എപ്പോഴും ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടാന്ന് എന്തിന്റെ നീ വിചാരിക്കുന്നത് നീ ആ പശുവിനെ കഴിച്ചിട്ടൂടെ, ആ പറമ്പിൽ വെള്ളമായി കൂടെങ്കിൽ നിന്റെ പരിപാടി എന്നാണ് പറഞ്ഞ അച്ഛനെ എന്നെ ഏടി ഇരിക്കാൻ കൊടുക്കുക. അപ്പം അച്ഛനേടി ഇരിക്കാൻ പറ്റില്ല. അവസാനം അച്ഛനെ പഠിച്ച് ഞാൻ അച്ഛൻ വരുമ്പം അങ്ങോട്ട് പോയി. അപ്പൊ അച്ഛനാണെങ്കിൽ വന്ന് ചീത്ത പറയും. മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു ആമുഖ പ്രഭാഷണം നടത്തി. വളരെ ഊർജ്ജസ്വലമായി ശ്രേയസിന്റെ വിവിധ യൂണിറ്റുകൾ വിവിധ സമയങ്ങളിലൂടെ സംഗമങ്ങൾ നടത്തുകയാണ്. വെളിച്ചാട്ടോടെ തന്നെ പല കോണകളിലും പല ഏരിയകളിലും സംഗമം നടത്തി ജനങ്ങളെ ഗ്രാമങ്ങളിലേക്ക് ഇറക്കിവിട്ട ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംഗമം. ഈ കൊരങ്ങാടുള്ള 6-7 സംഘങ്ങളുടെ സംഗമം വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഇതിന്റെ മുഖമുദ്രയായിട്ട് എഴുതിയിരിക്കുന്ന തിലകമുദ്രയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് കുടുംബ സംഗമം. ബഹുമാനപ്പെട്ട നാരായണൻ പറഞ്ഞതുപോലെ അപ്പന് സംഘമുണ്ട്, അമ്മയ്ക്ക് സംഘമുണ്ട്, മക്കൾക്ക് സംഘമുണ്ട്. കുടുംബ സംഗമം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത സംഗമം വെക്കുമ്പോൾ നമുക്ക് ഇതിനോട് പകരം ചോദിക്കണം. കാരണം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് അടുത്ത വേദിയിൽ വരുമ്പോൾ ശ്രേയസിന്റെ കുടുംബ സംഗമമാണ്. നിങ്ങളുടെ എല്ലാ ഭർത്താക്കന്മാരെയും കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആളുകൾ 1-2 ഗ്യാപ്പ് ഞാൻ നടത്തി പോകാം. അല്ലാതെ വേറെ നമുക്ക് നിവർത്തിയില്ല. അതുകൊണ്ട് അല്ലാത്തവരെല്ലാവരും നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെയും കുഞ്ഞുങ്ങളെയും അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടെ പറഞ്ഞ കാര്യം കേട്ടോ. സംഗമം വരുമ്പോൾ നമുക്ക് വേണ്ടാത്തവർ നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാത്ത നമ്മുടെ കുടുംബത്തിൽ കുറച്ച് പേരുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അവർ ഈ വേദി കൊണ്ടിരുത്തണം. അവർക്ക് ഒരു നേരം ഒരു കുറച്ച് പരിപാടികളും നമ്മുടെ കൂട്ടത്തിലുള്ള ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോഴല്ലോ അവരുടെ പ്രാർത്ഥനയുള്ളൂ നമുക്ക് ഭാവി. വെറുതെ ഇരിക്കും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊരു അടുത്ത സംഗമ സമയത്തൊക്കെ അവരെയും കൊണ്ടുവരിക. മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ അവരെ ഇവിടെ മുന്നിൽ കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ പാട്ട, നിങ്ങളുടെ കൊച്ചുമക്കളുടെ ഗാനം, നേരത്തെ ഉദ്ഘാടനം പറഞ്ഞാല് വല്യമ്മയോട് കൊച്ചുമോട് പാടാൻ പോകുന്ന പറയുമ്പോൾ എന്റെ കൊച്ചുമോട് ഇവിടുന്ന് പാടുമ്പോൾ എന്റെ അമ്മയെ എന്റെ വല്യമ്മയെ കേൾക്കട്ടെ. ഒരു സമ്പുഷ്ടമായിട്ട് വേദി വരട്ടെ, ഒരു ഓഡിയൻസ് വരട്ടെ. ഇത് നിറഞ്ഞു കഴിയുക മാതാപിതാക്കളെ കൊണ്ട്. അവർ കുറച്ചു കാലമൊക്കെ നമ്മുടെ കൂടുതലൊക്കെ ഉണ്ടാവുള്ളൂ ഭാവി. പക്ഷെ ആ സമയത്ത് നമുക്ക് അവർക്ക് സൗന്ദര്യങ്ങൾ കൊടുക്കാം, ആസ്വദിക്കാൻ വേണ്ടി സൗന്ദര്യം കൊടുക്കാം. ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്ലാസ്സുകളൊക്കെ അവർ കേൾക്കട്ടെ. ജീവിതത്തിൽ അവർ കേൾക്കാൻ വരുമെന്ന് അറിയില്ല. നമ്മുടെ അടുത്ത സംഗമത്തിലും അയൽക്കൂട്ട വാർഷികത്തിലൊക്കെ കഴിയുമെങ്കിൽ പരമാവധി ആൾക്കാരെ കൂട്ടി നമ്മുടെ സുഭാഷ് സാറിനെ പോലുള്ളവരെയൊക്കെ വിളിച്ച് അങ്ങനെ പ്രഗംഭം കൊള്ളിക്കുക നമ്മുടെ മലയോര ഗ്രാമങ്ങളിലും ഏരിയകളിലും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഈ വേദിയിൽ വലിയൊരു നോട്ടീസാണ് നമ്മൾ അച്ചടിച്ചിറക്കിയിരുന്നത്. അത് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ സ്വപ്നം കണ്ടിരുന്നു ഇവരൊക്കെ എത്തും എന്നുള്ളത്. പക്ഷെ ഇവർക്കൊക്കെ സ്വപ്നത്തിനപ്പുറത്ത് വേറെ പ്രോഗ്രാമുകൾ വന്ന് കയറുന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറേ പേര് എത്തിയിട്ടില്ല. വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ, കൊരങ്ങാട് മുത്തപ്പൻ മടപ്പുര സെക്രട്ടറി അജിത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റ് CDO ജോയ്സി രാജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സംഘാടക സമിതി മെമ്പർ നവാസ് നന്ദി രേഖപ്പെടുത്തി. സംഘാടനം വളരെ മാതൃകാപരമായ ഒന്നായി
അതിന്റെ സംഘാടകരോട് അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെ ചിന്തനീയമായി ചിന്തിക്കാൻ വളരെ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ബഹുമാന്യനായ സുഭാഷ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ചിന്ത പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ കാലത്തെ കുറ്റം പറയണ്ട, ഇതൊരു കെട്ടകാലാണ് എന്ന് പറഞ്ഞ് നമ്മൾ തല്ലുകയാണ്. ഇതെങ്ങനെ പരിഹരിക്കും, അതിന് പരിഹാരം എന്താണ്, ബദൽ എന്താണ് എന്ന ആലോചനകൾ നിർബന്ധമായി നടന്നു വരുന്നൊരു പരിസരമുണ്ട്, നമ്മുടെ ചിന്താ പരിസരമാണ്. അവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് നമ്മൾ ഈ ജീവിതം പരമാവധി ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. ശരിയാണ്, ആസ്വദിക്കാനും സന്തോഷിക്കാനും സങ്കടങ്ങൾ അനുഭവിക്കാനും പ്രതിസന്ധികളും പരിമിതികളും എല്ലാം അതിജയിച്ച് നന്നായി ജീവിക്കേണ്ട, എല്ലാത്തിനെയും ഒരേ മനസ്സോടെ നേരിടേണ്ടെന്ന ആളുകളാണ് നമ്മൾ. +2 വിജയികളായ കുട്ടികളെയും കർഷകരെയും മൊമന്റോ നൽകി ആദരിച്ചു. സുഭാഷ് അറുകരയെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.